ഹലോ ഗൈസ്, നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിച്ച് നടക്കുന്നവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇതൊരു വെയിറ്റ് ലോസ് സാലഡ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിന് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കിയാലോ. ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറാണ്. ചെറുതാക്കി കട്ട് ചെയ്ത ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് ഞാൻ 2 വിധത്തിലുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡും റെഡും രണ്ടിൻ്റെ പകുതി വീതം ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഞാനൊരു അനാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈനീസ് ക്യാബേജ് ആണ്. നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ ഇതിന് കസ് എന്ന് പറയാ. സാൻഡ്വിച്ചുക്കും ഷവർമയിലൊക്കെ ഉപയോഗിക്കുന്ന കസ് എന്ന് പറയാം. പക്ഷെ ശരിക്കും ഇത് ചൈനീസ് ക്യാബേജ് ആണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു കപ്പോളം ഞാൻ എടുത്തിരുന്നു. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഉപ്പും കുരുമുളകും പുരട്ടി ഇനി ഇത് നമുക്ക് ഒലിവ് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വെച്ച് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ബ്രൗൺ ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് ബ്രെഡ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ എടുത്ത് നോക്കിങ്ങാണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു പോകണം. ഈ ഒരു ടൈം എത്തിയാൽ നമ്മൾ ബ്രെഡ് സെറ്റായി ഗൈസ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വേണ്ടത് സോസ് തയ്യാറാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ടിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ തേനും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കണം ഗൈസ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കനും അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സോസും കൂടെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെയിറ്റ് ലോസ് സാലഡ് റെസിപ്പി സെറ്റായി ഗൈസ്. അപ്പോൾ ഇതെന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിത് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും വേണ്ടി മാത്രമുള്ളതാണെന്ന് വിചാരിച്ചെങ്ങാണ്ട് ഉണ്ടാക്കി നോക്കാതൊന്നും ഇരിക്കരുത്. ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.